ഞാൻ അന്നാവീരപ്പൻ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. കിഡ്നാപ്പാ? ആര്? എടാ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വരുന്നു. ചേട്ടായി വരുന്നുണ്ട് ഇപ്പൊ. ആ നിന്റെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടാണോ നീയൊക്കെ എടുത്തോണ്ട് പോയെ? ഇത് പെട്ടെന്ന് സെറ്റ് ആകണം, ഇല്ലെങ്കിൽ മനസ്സിലാക്കി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ SRK എവിടെ വിളിച്ചോണ്ട് പോയി അവളെ? അവ ആൾറെഡി ഇത് ചെയ്തു, തട്ടിക്കൊണ്ട് പോയോ? ഓ പോയി അവളെ. ഇനി അവ എവിടെയൊന്നും അല്ല, അവരെവിടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കാൻ പോകും. അവർ റേഡിയോ ഇറങ്ങി, ഇനിയിപ്പോ നോക്കണ്ട. അതൊക്കെ ഇപ്പൊ വരും. മുടിഞ്ഞു പോണ എന്നെ തലയുടെ അല്ല മാറ്റിയ ഇത് സംഭവം മനസ്സിലായില്ലേ? അവളുടെ അടുത്ത് വേണ്ടപ്പെട്ട ആളെ വിളിക്കാൻ പറയും, മനസ്സിലാ? അപ്പൊ ചിലപ്പോ അവള് ചിലപ്പോ എന്നെ വിളിക്കുമായിരിക്കും. അത് മനസ്സിലായി, ഇത്ര ദിവസം ബോഡി ഗാർഡ് ആയോണ്ട് മനസ്സിലായി. അത് വാറ്റിന്റെ നമ്പറില്ലല്ലോ. അപ്പൊ ഞാൻ പറയും എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഇവന്മാരെ അങ്ങനെ ഉള്ളവന്മാരൊക്കെ പേടിയാണ്, എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറയും. പക്ഷെ പേടിയില്ലാത്ത വാറ്റ് മാത്രമേ ഉള്ളൂ, വാറ്റ് വരും എന്ന് പറഞ്ഞ് ഞാൻ ബിൽഡപ്പ് കൊടുക്കും. അപ്പൊ അവള് പറയും മനസ്സിലാ, അങ്ങനെ വാറ്റ് സംസാരിക്കും, മനസ്സിലാ? അപ്പൊ പറയണം എന്റെ കൊച്ചിനാന്നൊക്കെ പറഞ്ഞ അങ്ങ് ഡയലോഗ് അടിക്കണം, മനസ്സിലാ? എന്നിട്ട് വാറ്റിന് അവിടെ മാസം എൻട്രി ഒക്കെ തരും, മനസ്സിലായി? എന്നിട്ട് വാറ്റ് അവന്മാരെ അടിച്ചു കൊല്ലുന്നു, അവള് രക്ഷപ്പെടുത്തുന്നു, കൊണ്ടുവരുന്നു. വിഷയം ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുവോ ഇനി? അല്ല നീ അതെല്ലാം സെറ്റ് ഞാൻ വിചാരിച്ചത് നടക്കാത്ത കാര്യമുണ്ട്. ബാങ്കോട്ട് എവിടെ പോയി രക്ഷിക്കാരി? അത് കോള് വരട്ടെ, വെയിറ്റ് ചെയ്യ്. എന്ത് കോള് വരട്ടെന്ന്? വെയിറ്റ് ചെയ്യ്, കോള് വരും. നമ്മുടെ പിള്ളേരുണ്ടല്ലോ ഇവിടെ. ഇത് SRK സെറ്റ് ചെയ്ത് വെച്ചേട്ടാ. ഞാൻ നോക്കിയപ്പോ സൈഡിൽ നിന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നടക്കട്ടെ. ഓ പയ്യന്മാരൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തേക്കും. വാറ്റ് ഇത് വാറ്റിനുള്ള തന്നെ, ഇത് സെറ്റ് ആക്കി തരും. ഇത് ഒരു ഫൈറ്റ് സീനാണ് ഞാൻ കാണാൻ പോകുന്നത്. വണ്ടിയുടെ പിന്നെ ബെൻസും 2 വണ്ടികളും സ്പോഞ്ച് ചെയ്ത്. എനിക്കൊരു ഫ്രീ വണ്ടിയേ ഉള്ളൂ. ഫ്രീ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാസൊക്കെ പോകും. അത് വണ്ടി ആരില്ല. ഇത് ലക്ഷറി വണ്ടി കേട്ടോ, അത് ലക്ഷറി ഇത് ആര് കൊടുത്തും അവന്റെ ഡുണ്ട് ഇപ്പൊ എവിടാ? ഗാഗോസിന്റെ ബെഡ്റൂമിനകത്ത്. എവിടെ? എടാ മറ്റേ ഇവന്റ് ഇല്ലേ, മറ്റേ റംബോ, എന്താ റാംബോന്റെ ഗേൾ ഫ്രണ്ട്. ഏത് ബീച്ചിലെ റാംബോയാ? റാംബോ. ഓ ഇവന്റെ അവളെ. അവസാനം പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. SRK ഞാൻ വേറെ ആരും നോക്കത്തില്ല SRK, ഞാൻ ലോയലായിട്ട് ജെന്യൂനായിട്ട് SRK മാത്രമേ നോക്കുള്ളൂ. ഇനി എന്റെ ലൈഫിൽ ഒരു ആണില്ല. അതായിരുന്നു കേട്ടത്, അതാ ലാസ്റ്റ് കേട്ടത്. പിന്നെ ഞാൻ പിക്നിക് വന്നപ്പോ ലാസ്റ്റ് ആയിട്ട് ആണില്ലെന്നോ? ഇനി എന്റെ ലൈഫിലൊരു ആണില്ല, ആരെയും നോക്കത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റഡ് ആയത്. ശരിയാണ്. നമുക്ക് വെറുതെ അതിലോട്ട് കടക്കണ്ട, നമുക്ക് വെറുതെ നമുക്ക് സാൻഡി വരെ പോവാം. സാൻഡി പോട്ടെ. കടന്നാലും കുഴപ്പമൊന്നുമില്ല. അവന്മാര് കുറച്ച് ദിവസം മുമ്പ് നമ്മളെ അണ്ണനൊക്കെ തെറി വിളിച്ചാണ്. ഓ മറന്നാ അങ്ങനെ. എന്നിട്ട് അവന്മാരെ വെറുതെ വിടും. നമ്മള് ആരാളെ അടിച്ച് തിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ട് അവന്മാരെ സിറ്റി കാണാനില്ല. ഓ വലിയ വെല്ലൊക്കെ വിളിച്ച് പോയാണ് അമ്മേര്. ആള് നിന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പോണുണ്ട്. അങ്ങോട്ട് പോകുന്നു. അതെ നമ്മൾ അന്വേഷിക്കണ്ടേ, അന്വേഷിച്ച് പോണ്ടേ നമ്മള്. ഓ അങ്ങനെ കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പ് ചെയ്തു, ഓൾറെഡി കിഡ്നാപ്പ്ഡ് ആണ്. കിഡ്നാപ്പ് ചെയ്തത് നമ്മുടെ പയ്യന്മാര്. ഇല്ല LX പോയി. അല്ല അവന്മാരെന്താ വിളിക്കാത്ത ഇതുവരെ? LX വന്നില്ല. എടാ ചണ്ടന്മാരെ, അവൻ പിന്നെന്താ അവരിതുവരെ വിളിക്കാത്തേ? എല്ലാ സെറ്റല്ലേ?
അകത്ത് കൊണ്ടുപോടാ, എവിടെങ്കിലും ഇറാ. എന്നിട്ട് ബാക്കി കാര്യങ്ങള് ഓക്കെ. എടാ നമ്മള് വെടിവെക്കുമ്പോ മറ്റെങ്ങനെ വീഴുന്നൊക്കെ അഭിനയിക്കാൻ പറയണേ. വാറ്റാനെ അടിച്ച് കൊന്നോ ഒന്നും സീനിൽ. എടാ നമ്മളെ പിള്ളേരാണ്, അത് ആരാണ് നിക്കുന്നത്? എടാ ഞാൻ പറഞ്ഞേക്ക് അവളെ അവിടെ നിർത്തിയിട്ട് വേറെ ആരെങ്കിലും ഗണ്ണയും മേപ്പിച്ചിട്ട് നീ മാറുന്നില്ലേ, കുറച്ച് ദൂരോട്ട് മാറിയില്ലേ? മാറി എന്നിട്ട് ഞാൻ പറയണ ക്ലിയർ ആയിട്ട് കേട്ടോണം. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കണം. ഫോൺ കൊടുത്തിട്ട് നിനക്ക് വേണ്ടപ്പെട്ട ആരാണോ അവരെ വിളിക്കാൻ പറ. വിളിച്ചിട്ട് ഇത്ര പൈസ ആയിട്ട് 10 കോടി രൂപയായിട്ട് ഇന്നെടുത്ത് വരാൻ പറ. മനസ്സിലായില്ലേ? അവളെ കൊണ്ട് പറയിക്കണം. ആ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് സംസാരിച്ചോളൂ. അത് നിങ്ങൾ ഡീല് വെച്ചാൽ മാത്രം മതി. ഉറപ്പുണ്ടോ? അവള് നമ്മളെ വിളിക്കും. അവളെ അതിലല്ലേ കാര്യം ഇരിക്കണേ. അവള് ആര് വിളിക്കും നമുക്ക് നോക്കാം. അവളുടെ ഫോണിൽ വിളിക്കാം. അവള് സ്പീക്കർ ഇടും. ആണോ? എന്നാ കുഴപ്പമില്ല. അവൾ ആദ്യം സംസാരിച്ചിട്ട് നമ്പർ കൊണ്ട് വിളിപ്പിക്കാം. ഓക്കെ. നേരെ കൊണ്ട് ഇത് ആരാണ് ഈ കിഡ്നാപ്പേഴ്സ്? അത് പറ. നമ്മുടെ കുറച്ച് പയ്യന്മാര് നമ്മളെ പയ്യന്മാരെ പേരില്ലേ? കിഡ്നാപ്പേഴ്സ്. നിനക്കറിയത്തില്ലേ? സൂപ്പർ. അവന്മാര് ശരിക്കും കിഡ്നാപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. കാര്യം ഞാൻ പറയാം. നമ്മുടെ പയ്യന്മാര് തപ്പി നടക്കുമല്ലോ കൂടെ. എല്ലാം പോണ്ടായി. പൈസ ഇല്ല. ഇത് കുഴപ്പമില്ല. ബാറ്റിന് വേണ്ടിട്ടില്ലേ? അപ്പം എന്റെ ഇനി ആ ഒരു ജെട്ടുണ്ട്, ഞാൻ പോയി കുനിഞ്ഞെടുക്കാൻ ഇനി പറ്റുള്ളൂ. ഇനി പ്രശ്നമല്ല, നമുക്ക് സെറ്റാക്കാം. സാബ്ഗുരുവിനെ വിളി. ജെട്ടി വേണ്ടല്ലോ. അത് ശരിയാണ്. സാബ്ഗുരുവിനെ വിളി. രാത്രി പ്രീമിയം കാർ. പേടിക്കല്ലേ. അത് വേറെ യൂണിവേഴ്സ്, ശ്രദ്ധിക്കണ്ട. അതെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ബാല കൊറേ ഇങ്ങനത്തെ കൊണാപ്പർ ചെയ്തല്ലേ, ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് എന്തിനാണോ നീ പറഞ്ഞേ ചെയ്യാനുള്ള ഇത്ര അവന്മാർ ഓരോ കാര്യം പറയും. അവളിപ്പോ എന്തായാലും രാവണനെ വിളിക്കുമല്ലോ. അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ രായ, വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞ രായനെ തന്നെ വിളിക്കുവോ? അവളെ വിളിച്ചാ പോയി. അത് കൈവിട്ട് ഇറങ്ങി. അപ്പം രായൻ ഇതുവരെ കോളും വന്നില്ല. അപ്പൊ ഇതാ ഇനി ആര്? അപ്പൊ രായനെ വന്നില്ലേ? രായനെ വിളിച്ച എങ്ങനെയാണ് വാറ്റാണ് എത്തുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം വേണ്ടപ്പെട്ട ആളെ വിളിക്കാൻ പറയുമ്പോ എന്നെ വിളിച്ചു അന്നാവീരപ്പനാ എന്നെ വിളിച്ചു. ലൗഡ് സ്പീക്കർ ഹലോ ഹലോ. എന്നെ വിളിച്ചു. നീ എവിടെ? എന്താ പറഞ്ഞേ? അയ്യോ എടാ, ഇത് ഇപ്പൊ തന്നെ വേണോ? അയ്യോ ഞാൻ ഇപ്പൊ വേറൊരു കാര്യത്തിൽ തിരക്കിൽ നിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും വരാം. ഞാൻ ഇതിനകത്ത് ആയിപ്പോയി, ഇതിനകത്ത് പെട്ടുപോയി. ഞാൻ എന്തായാലും പൈസയും കൊടുത്ത് ആളെ വിടാം. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റേ നമ്മുടെ വാറ്റിനുടേത് കൊടുക്കാം. വാറ്റിന് നമ്പർ തരാം. ഒന്ന് വിളിച്ച് പറയാമോ? പുള്ളി നമ്പർ തരാവേ. നിനക്ക് ഇപ്പൊ അയച്ചേക്കാവേ. നമ്പർ പറ. എന്റെ നമ്പരാ? വലിയ നമ്പറാ. 060291188873. ഒന്നുകൂടെ പറ. 60291188873. നീ സേവ് ചെയ്തിട്ട് അവക്ക് അയച്ചു കൊടു. ഇല്ലായിരുന്നെങ്കിലേ അവൾ ഇതൊക്കെ എങ്ങനെ നോക്കി വിളിക്കണത്? ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. അല്ലാതെ കോണ്ടാക്ട് ഇതാക്കാൻ പറ്റുമല്ലോ. പറ്റും. വിളിക്കണം. നോക്കട്ടെ. വിളിക്കേ. ഇവന്മാരെ കൊണ്ട് വിളിക്കുമ്പോ എന്തിനാണ് ഞാൻ എന്തിനാ രക്ഷിക്കാൻ എന്തെന്ന് അപ്പൊ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയും. അപ്പൊ ആര് നിന്നെ കിഡ്നാപ്പ് ചെയ്ത്? ഞാൻ അവിടെ ഉള്ളപ്പോ എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെടണം. എന്തിനാണ്
അല്ല അങ്ങനല്ല അവന്മാരെടുത്ത് മനസ്സിലായി പിന്നെ നിന്റെ പോറല് അവന്മാരെന്താ ഡിമാൻഡ് പറഞ്ഞെന്നൊക്കെ ചോദിക്കണം. അപ്പൊ അവർ ഇത്ര പറയാം. ഞാൻ പറയും നിന്റെ ദേഹത്ത് ഒരു പോറൽ ഏൽപ്പിക്കരുത്, അവരെ സ്പീക്കർ അങ്ങനെ എന്തെങ്കിലും പറയണം. കാച്ച് അവള് വിളിക്കുമ്പോ ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം, നിങ്ങളൊന്നും മിണ്ടല്ലേ. അവള് വിളിക്കുമ്പോ ഞാൻ ലൗഡ് സ്പീക്കർ നിങ്ങളൊന്നും മിണ്ടല്ലേ കേട്ടാ. വിളിച്ചത് എന്നെ അവിടെ പയ്യൻ നമ്മുടെ പയ്യൻ വിളിക്കാൻ പറ കൊണ്ട് പറഞ്ഞു വരുന്നില്ലല്ലോടാ. വരും ഇപ്പൊ വരും, വെയിറ്റ് ഇപ്പൊ വരും. ഫോൺ എടുക്കുന്നില്ലേ? ഞാൻ ഫോൺ തുറന്നു വെച്ചോണ്ടിരിക്കുവാ. വരും, വെയിറ്റ് ചെയ്യ്, വെറുതെ പിടിക്കാതെ. ഹലോ, ഇതാരാ? ഞാൻ അന്നാവീരപ്പൻ, എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി വാറ്റാണ്ണ. കിഡ്നാപ്പാ? ആര് ആര് ആരാന്ന് അറിഞ്ഞൂടാ. എവിടെ? ഇത് ലൊക്കേഷൻ ഒന്ന് പറ ബ്രോ. ഇത് 2060. അവർക്ക് എന്തിനാണെന്ന് അവര് പറഞ്ഞേ? 10 കോടി തന്നില്ല, എന്നെ കൊന്നു കളയാൻ പോവാന്ന്. പെട്ടെന്ന് വന്നില്ലേ കൊന്നു കളയും. അവന്മാർക്ക് പറഞ്ഞാ വാറ്റ് വരുന്നോണ്ട് എന്റെ കൊച്ചിന്റെ പേരില് ഒരു പോറലങ്ങനെ ഏൽപ്പിച്ചാ കൊല്ലും അമ്മമാരെന്ന് പറഞ്ഞ. അത്രേ ഉള്ളു. പിന്നെ ഞാൻ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വരുന്നു, പേടിക്കല്ലേ. ചേട്ടായി വരുന്നുണ്ട് ഇപ്പൊ. ഞാൻ മറന്നു, എന്റെ അടുത്ത് പറഞ്ഞു ഓൾറെഡി. നീ മറ്റവനെ വിളിച്ചിട്ടേ വാറ്റിനെ ആ പെണ്ണിനെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് വാറ്റിന് മുമ്പിൽ ഡയലോഗ് അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് വാറ്റ് അവിടെ കേറി സംസാരിക്കണം. എന്നിട്ട് പറയാം എന്റെ അങ്ങനല്ല ഞാൻ പറയാ. എടാ അവിടെ ചെന്നിട്ട് അവന്മാരൊക്കെ നീ ആരാളാന്ന് നോക്കും. അപ്പൊ ഞാൻ വാറ്റാടാ. അപ്പൊ അവന്മാര് തിരിച്ചു പറയണം, അയ്യോ വാറ്റണ്ണനായിരുന്നാ, വാറ്റണ്ണ ഇതാരെ അറിയാവുന്നതാണാ. ഞാൻ പറഞ്ഞ എന്റെ പെണ്ണാണാന്ന്. ഹലോ 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 എടാ വിളിച്ചു. ഓക്കെ നീ മാറിയിക്കല്ലേ. എടാ സീൻ ഇത്രേ ഉള്ളു. അവിടെ ആള് വരും. ആള് വന്നു കഴിഞ്ഞിട്ട് നേരെ വരുമ്പോഴത്തേനും നീ ഇങ്ങനെ ചോദിക്കണം, നീ ആരാടാന്ന് ചോദിക്കണം. അപ്പം പറയും, പുള്ളി പറയും ഞാൻ വാറ്റാന്ന് പറയും. വാറ്റാന്ന് പറയുമ്പോ അപ്പൊ തന്നെ നീ ടോണങ്ങ് മാറണം. ടോണ് അയ്യോ വാറ്റണ്ണനാ, അണ്ണാ ഇത് അണ്ണൻ അറിയാവുന്ന ആളാണ് എന്ന് പറയും. ഇങ്ങനെ മറ്റേ വലിയ ഡോണെന്ന രീതിയിൽ, മനസ്സിലായില്ലേ. ബാക്കി നീ ഡീൽ ചെയ്താൽ മതി. പെണ്ണാണോന്ന് ചോദിക്കണം, മനസ്സിലായില്ലേ. അറിഞ്ഞില്ലണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എളിമയായിട്ടൊക്കെ സംസാരിച്ചിരിക്കണം. ഓക്കെ എന്നിട്ട് നിങ്ങൾ ഓടണം കേട്ടോ. ഓക്കെ എടാ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് അവളുടെ അടുത്ത് അവളുടെ കാല് പിടിച്ചിട്ടുണ്ട്. സോറി പെങ്ങളെ, ആളറിയാതെ ചെയ്തു പോയതാന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് ഓടണം നിങ്ങൾ കേട്ടോ വെളിയിലോട്ട്. ഇതൊക്കെ എന്ത് ഹ്യൂമൻ ലാബ്. നേരെ ഞാൻ മാർക്ക് തരാം. അവിടെ ആരോ മാർക്ക് നേരെ വിട്. ഇതാണോ മറ്റോ DH അടിക്കുന്നത്? ഓക്കെ അങ്ങനെ പറയണ്ടേ. ഹ്യൂമൻ ലാബ് ഹലോ അന്നെ ഒന്നും പേടിക്കണ്ട. ഹലോ പറഞ്ഞു. എന്റെ പേര് വാറ്റ് പോക്കു. ടിവിയിലെ വാറ്റ് പോക്കു. അതെ അറിഞ്ഞിട്ടാണോ നീ എടുത്തോണ്ട്? നിന്റെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടാണോ നീയൊക്കെ എടുത്തോണ്ട് പോയെ? ഞാൻ 5 സെക്കൻഡ് നിന്റെ മോന്ത കാണല്ലോ ഇവിടെ. 5 സെക്കൻഡ് അവന്മാര് വന്നേക്കത്. അന്നെ നിനക്ക് വാറ്റുണ്ട് കൂടെ.
എന്തെങ്കിലും പറ്റിയായിരുന്നോ? വാറ്റ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. എനിക്കൊന്നും പറ്റിയില്ല. എന്നെ അവര് കൊറേ വഴക്ക് പറഞ്ഞായിരുന്നു. ഉപദ്രവിച്ചോ വല്ലതും ചെയ്തോ? ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. അടിച്ചൊക്കെ ഇട് പറ്റണോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ? അവനാക്ക അല്ല കുട്ടിയുടെ മുന്നേ വേണ്ട നമുക്ക് കുട്ടിയുടെ മുന്നിൽ നമുക്ക് ഇത് വേണ്ട, വയലൻസ് വേണ്ട, വേണ്ട ചിലപ്പോ അത് ട്രോമയാവും. അത് വേണ്ട. സേഫ് ആയിട്ട്. രായണൻ എന്ത് പറ്റി? ഇല്ല ഇവിടെ ബോംബ് വല്ലതും ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. വണ്ടിയുടെ അടി ബോംബ് വെക്കുന്നൊക്കെ പറഞ്ഞു. ഇവിടെ കൊറേ നേരത്തെ ബോംബ് പൊട്ടി, അപ്പൊ താഴെ വല്ല ബോംബ് വല്ലതും ഉണ്ടെങ്കിൽ ആള് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അത് മൈൻഡ് ആക്കണ്ട. പറഞ്ഞു. എന്തിട്ട് പറ്റണ വെള്ളം വേണം? അവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ബോംബ് ഇട്ട് കേട്ടോ. ഒന്നും പറ്റില്ലല്ലോ. ഇല്ല, ഒന്നും പറ്റിയില്ല. പറ്റണ രായന് പറ്റി. ഇതത്ര സോറി കേട്ടോ, നമ്മൾക്ക് അറിയാല്ല ഇവിടെ പ്രശ്നമാണ്, ഈ രാജ്യം എന്ന് പറഞ്ഞ പ്രശ്നമാണ്, ഇങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ പറയണോ വാറ്റണ്ണന്റെ പെണ്ണാന്ന്. മനസ്സിലായല്ലോ. അതേപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കിട്ടിയല്ലോ, അതിലെ വിളിച്ചാ മതി. അപ്പൊ തന്നെ വിളിച്ചാ മതി. രക്ഷിച്ചേനെ നന്ദിയുണ്ട് വാറ്റണ്ണ. നന്ദി കുട്ടി. എന്റെ അടുത്ത് നന്ദിയൊന്നും വേണ്ട. ഇത് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിപ്പോയി, മനസ്സിലായില്ലേ? എനിക്ക് സത്യം ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇത്ര നാള് ടെൻഷൻ ആയിട്ടില്ലായിരുന്നു. എനിക്ക് ഐ എം വെരി ഹാപ്പി ഫോർ യു. ഒന്നും പറ്റില്ലല്ലോ. വണ്ടിക്കകത്തിരുന്ന് വാറ്റ് എന്തൊക്കെ ചെയ്തെന്നറിയാം. ഇവിടെ ബോണ്ട് അല്ലേ, നമ്മളതിൽ പൈസ ഇല്ല, മനസ്സിലായോ? സ്വനം വാറ്റിന്റെ ഇതെല്ലാം വിറ്റ് എന്നിട്ടാണ് പൈസ കൊണ്ടുവന്നത്. 10 കോടി ഈ ഇവൻ കാണിച്ചത് അറിഞ്ഞ ഈ SRK നീ വിളിച്ചു വെച്ചിട്ട് അവന് വേറെ വലിയ ഇമ്പോർട്ടന്റ് എന്തോ പറഞ്ഞു. അപ്പൊ വാറ്റ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഒരു പെണ്ണിനെ ഇങ്ങനെ തട്ടിക്കൊണ്ട്. അപ്പൊ വാറ്റ് ചോദിച്ചു എന്തേത് പെണ്ണെന്ന് ചോദിച്ചു. അപ്പൊ നീയാണെന്ന് പറഞ്ഞപ്പം വാറ്റ് ഇവനെയും ഇവൻ നമ്മളെല്ലാരും വഴക്ക് പറഞ്ഞിട്ട് മനസ്സിലായ വണ്ടി എടുത്ത് യാവനായിരുന്നത് അവന്റെ ഇതിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വാറ്റ വേണ്ട, വേറെ നമുക്കിപ്പോ വള്ളി എടുക്കില്ലെന്നാണ് വാസോണ്ണ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത്, മനസ്സിലായ? വാറ്റ് പറഞ്ഞു ഇല്ല എനിക്ക് അവളത്ര ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത, പക്ഷേ ഇവന്മാരൊന്നും തന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. അവന്മാർക്ക് അത്രയും സ്നേഹമാണ് എന്റെ കൂടെ, മനസ്സിലല്ലേ? ഇനി അതാ നീ കുട്ടിക്ക് ഉമ്മാര് നീക്കി, മനസ്സിലായി? എന്തിനു വേണ്ടും നമ്മളെ വിളിച്ചാ പോരെ, നമ്മള് വരുത്തില്ലേ? ഞാൻ ഉള്ളപ്പോ എന്നെ വിളിച്ചാറ്. വാറ്റണ ഇല്ലാത്തപ്പോഴേ. ഓക്കെ, അപ്പൊ വന്നേ വാ. ഇപ്പോഴാണ് രായ ബാല എനിക്കൊന്ന് ആശ്വാസമായി. ഇപ്പഴാ അന്നേനൊന്ന് കണ്ടല്ലേ. എന്തേലും ഒരു മുറിവങ്ങാൻ ഉണ്ടായെന്ന് ഞാൻ ഇതിപ്പം ഈ ഭൂമി തലതിരിച്ചു. അന്നവരിപ്പോ പൈസ ആണെന്നോ? അല്ല, അമരെ കണ്ടിച്ച് പീസാക്കി ഫുഡ് കേസിലാക്കി പോകാനുള്ള പരിപാടിയല്ലായിരുന്നു നമ്മുടെ. എന്ത് വിചാരിച്ചു പൈസ കൊണ്ട് നമ്മൾ വരാവുന്ന ചാരനെ അല്ല എന്നാലും എന്ത് ധൈര്യം ഉണ്ടായിരുന്നു. അല്ല വിറ്റ് അന്നെ എന്നാലും മനസ്സിലായില്ലേ ഇതൊക്കെ. എന്തോ പറഞ്ഞ് കാട്ടിലോട്ട് പോയി തോന്നുന്നു. അത്രേ ഉള്ളൂ. സൂട്ട് കേസിൽ ഇറങ്ങ്. ഇത് മറ്റേമാർക്കുള്ള സൂട്ട് കേസ്, നിനക്കുള്ളതല്ല. സൂട്ട് കേസിൽ നിന്ന് ഇറങ്ങ. SRK സൂട്ട് കേസിൽ നിന്ന് ഇറങ്ങ്. SRK ഒന്ന് ദൈവത്തിന് വിളിച്ച് ഒന്ന് മേലോട്ട് നോക്കി. ഇനിയിപ്പോ SRK തപ്പം എവിടെ നീ? ഇല്ല പോലെ കാണാ നിന്ന് മേലോട്ട് നോക്കി ദൈവത്തിന് വിളിച്ചേ.
എന്നിട്ട് നമ്മളെ എത്തിക്കാൻ പറ. മുതുകിലോട്ട് എത്തിക്കാൻ പറയാ. ഇപ്പൊ ഒരു സമാധാനമില്ലേ? ടെൻഷനൊക്കെ മാറിയില്ലേ? ടെൻഷനൊക്കെ ടെൻഷൻ അല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നാ എന്റെ പഴയ സ്വഭാവം അർത്ഥമാണ് എന്റെ പേടി, മനസ്സിലായ? ഞാൻ അതല്ല ആലോചിക്കുന്നത്. പണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ വാറ്റണ്ണനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയപ്പോ പോലും വാറ്റണ്ണന് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. അത് സത്യം. അതൊക്കെ എന്റെ പിള്ളേരുള്ളപ്പോ ഞാൻ ഇതിനോട് ടെൻഷൻ അടിക്കണേ. പക്ഷെ ഇത് അതങ്ങനെ ഇത് നമ്മളെ കയ്യിലുള്ള ഒരു ഇതല്ലെന്നല്ലോ. അന്നയ്ക്ക് ഇനി അതെങ്ങാനും മനസ്സിലായില്ലേ, പേടിച്ച് എന്തെങ്കിലും ആവോന്ന് അങ്ങനെയൊക്കെ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ആവില്ലെന്ന് എനിക്കറിയായിരുന്നു. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇല്ല പേടിയൊന്നുമില്ല. അവര് കളിയാക്കിയായിരുന്നു. ബ്രാൻഡായാലും ഞങ്ങൾ നോക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാറ്റണനെ നിനക്ക് അറിയാത്തോണ്ടാന്ന് പറഞ്ഞു. അല്ലേ പിന്നെ എനിക്ക് ബാല രായ ഇതില് എനിക്കൊരു വിഷമുള്ളത് ബർത്ത്ഡേ അളിയാന്ന് വിളിക്കണോ? അതാണ് വേറെ. അത് മാത്രമായിട്ട് എനിക്കൊരു വിഷമം. അത് കുഴപ്പമില്ല പറ്റണം. അതൊക്കെ കുഴപ്പമില്ല, ശീലമായിക്കോളും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ മറിക്കോളും. അപ്പൊ അന്റെ പുതിയൊരു ലൈഫിനൊക്കെ ഹാപ്പിയല്ലേ? ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഹാപ്പിയല്ലേ? ഹാപ്പി അല്ലാതിരിക്കോ? ചിരിക്കണ കരയാണോ? സന്തോഷം ആനന്ദ കണ്ണീർ. ഓണായിട്ട് എന്താണ് നിങ്ങക്ക് പരിപാടി? പിന്നെ വാച്ചല്ലേ ഇവിടെ എല്ലാ വർഷവും ഇതില് വലിയ ഓണം എനിക്ക് എന്താ കുട്ടിയെ അന്യനെ രചിതല്ലേ എനിക്ക് എന്റെ അതെ സത്യം. ഞാൻ ഡ്രസ് ഒന്നും എടുത്തില്ലായിരുന്നു. നിങ്ങളൊക്കെ ഡ്രസ് എടുത്തോ? നമ്മളെ കടയിൽ പോവില്ലേ? നമ്മടെ കട അന്നയ്ക്ക് വേണ്ടി അടച്ചിട്ടേക്കും, തുറന്നിട്ടേക്കും. അല്ല ബാക്കിയുള്ളവർക്ക് അടച്ചിട്ടേക്കും. അല്ലേ ആ കാറ്റഗറി കേട്ട് ഒക്കെ മാറ്റി മിസ്റ്റർന്ന ആ കാറ്റഗറി. ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ആയിരുന്നു. കറാച്ചി 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 അവിടെ എന്ത് ബിസിനസ്? ബെൻസ് വണ്ടിയില്ലേ, ബെൻസ് വണ്ടി, BMW വാച്ചാണ് അവിടെ മൊത്തം ഡ്രൈവ് ചെയ്ത് അത് സെറ്റ് ആക്കിയിട്ട് അതല്ല. ഞാനാണെങ്കിൽ നോക്കി പെട്ടെന്ന് 2025 കാട്ടി 2026 പാതിയായപ്പോ തന്നെ അങ്ങ് കോടികൾ കണക്ക് ഭയങ്കര പ്രോഫിറ്റ്. അപ്പം എനിക്ക് ഡൗട്ട് ഇനി ഉമ്മാര് വേറെന്തൊരു കള്ളക്കടത്ത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെന്നതാണ്, മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ അല്ല എന്റെ ബിസിനസ് ആണല്ലോ, അതിന്റെ പേര് വെച്ചിട്ട് അങ്ങനെ വളർന്നു വന്നതാണ്. പ്രോഫിറ്റ് കൂടിയതാണ്. അല്ല കണ്ടപ്പോ എന്തായി വേറെ എന്തെങ്കിലും പരിപാടി എല്ലാം ഉണ്ടായിരുന്നു? അല്ലല്ല എല്ലാം ലീഗലായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കാട്ടിലൊരു ഷോറൂം തുടങ്ങിയിരുന്നില്ലേ? അത് ടാക്സ് അടയ്ക്കാതെ കൊണ്ടുപോയി മെയിൽ വന്നായിരുന്നു. ആണല്ലേ? അതൊരു 5 കോടിയുടെ ഇതല്ലായിരുന്നോ ഷോറൂം? അതെ നല്ല കോടി ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം നല്ല കാര്യത്തിന് ചെന്ന് നോക്കാൻ പോയപ്പോൾ കണ്ണീര് വന്നു. ആ കുട്ടി പുതിയ ഇത് കളക്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. എല്ലാം എടുത്തേ, നോക്കിയെടുത്തേ. എങ്ങനത്തെ ഡ്രസ് ഇടണം? അന്നയ്ക്ക് പിന്നെ അന്നയ്ക്ക് പിന്നെ എല്ലാം ചേരും. അന്നയ്ക്ക്